2026 തിരഞ്ഞെടുപ്പിന് മുന്നേ പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ വാഹനങ്ങൾ മോഡിഫൈ ചെയ്യുന്നതിനോട് അനുകൂല നിലപാട് സ്വീകരിച്ചത് വലിയ കയ്യടി നേടിയിരുന്നു. വണ്ടിയിൽ നടത്തുന്ന മോഡിഫിക്കേഷൻസ് അതൊരു തെറ്റല്ല. ഇന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയനുസരിച്ച് ഫ്ലോർ മാറ്റ്, ഡാഷ് ക്യാമറ, സീറ്റ് കവർ പോലുള്ള മോഡിഫിക്കേഷനുകൾ മാത്രമേ അനുവദിക്കൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പട്ടികയിലുള്ള പലതും ഇപ്പോൾ തന്നെ അനുവദിച്ചിട്ടുള്ളതാണ്. ഇതിനപ്പുറത്തേക്കുള്ള ഒരു രൂപമാറ്റവും സാധ്യമല്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. സത്യത്തിൽ വാഹനങ്ങൾ മോഡിഫൈ ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അനുമതി നൽകാൻ കഴിയുമോ എന്ന് 90 സെക്കൻഡിൽ നോക്കിയാലോ? വെൽക്കം ടു എക്സ്പ്ലെയിൻഡ് ഇൻ 90 സെക്കൻഡ്സ്. ഇന്ത്യയിൽ ഏതൊക്കെ വകുപ്പിൽ ആർക്കൊക്കെ തീരുമാനമെടുക്കാമെന്ന് നിശ്ചയിക്കാൻ 3 ലിസ്റ്റുകളുണ്ട്. ആദ്യത്തേത് ഡിഫൻസ്, റെയിൽവേ പോലെ പൂർണ്ണമായും കേന്ദ്രത്തിന് അധികാരമുള്ള യൂണിയൻ ലിസ്റ്റ്. രണ്ടാമത്തേത് ആരോഗ്യം, പോലീസ് പോലെ പൂർണ്ണമായും സംസ്ഥാനങ്ങൾക്ക് അധികാരമുള്ള സ്റ്റേറ്റ് ലിസ്റ്റ്. മൂന്നാമത് വനം, വിദ്യാഭ്യാസം പോലെ രണ്ടുപേർക്കും അവകാശമുള്ള കൺകറന്റ് ലിസ്റ്റ്. വാഹനങ്ങളെ സംബന്ധിച്ചുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ട് ഇതിൽ യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. കേന്ദ്രം പറയുന്നത് നടപ്പാക്കാനുള്ള ചുമതല മാത്രമേ സംസ്ഥാന സർക്കാരുകൾക്കുള്ളൂ. വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തരുത് എന്ന നിയമം ആർട്ടിക്കിൾ 52 ഉള്ളതുകൊണ്ട് തന്നെ തത്വത്തിൽ വാഹനങ്ങൾ മോഡിഫൈ ചെയ്യാൻ അനുവദിക്കാൻ കേരള സർക്കാരിനെന്നല്ല ഒരു സംസ്ഥാന സർക്കാരുകൾക്കും കഴിയില്ല. എന്നാലും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ എന്തുകൊണ്ട് ഈ നിയമം ശക്തമാണ് എന്നതിന് പിന്നിൽ ഒരു കേസിന്റെ കഥയുണ്ട്. 2006 MVD ആക്ടിലെ ആർട്ടിക്കിൾ 52 ഉദ്ധരിച്ചുകൊണ്ട് വാഹന മോഡിഫിക്കേഷൻ അനുവദിക്കില്ല എന്ന് കേരള MVD ഒരു സർക്കുലർ ഇറക്കുന്നു. ഇതിനെതിരെ ചില വാഹന ഉടമകൾ ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. നിയമ പോരാട്ടത്തിനൊടുവിൽ 2012 മോഡിഫിക്കേഷൻ ആകാമെന്ന ഹൈക്കോടതി ഉത്തരവ് പുറത്തുവരുന്നു. 2012 കേരള MVD അതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നു. തൊട്ടടുത്ത വർഷം ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യുകയും 2019 മോഡിഫിക്കേഷൻ പാടില്ല എന്ന് സുപ്രീം കോടതി അന്തിമമായി വിധിക്കുകയും ചെയ്തു. അതായത് കേരള MVD കൂടി പങ്കാളിയായ ഒരു കേസിലാണ് ഇത്തരം ഒരു ഉത്തരവ് വരുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഈ ഉത്തരവ് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ശക്തമായി കേരളത്തിൽ നടപ്പാക്കുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കുന്നില്ല എന്നത് അവിടുത്തെ സർക്കാരുകളുടെ വീഴ്ചയാണ്. മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് തെറ്റ് ചെയ്യാനുള്ള അവകാശമാകുന്നില്ല. വാഹന മോഡിഫിക്കേഷൻ കേന്ദ്രം അനുവദിക്കണോ വേണ്ടയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റിൽ പറയൂ. മോഡിഫിക്കേഷൻ നടത്തട്ടെ, ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ലേ. കേരളം തന്നെ ഞങ്ങളെ ചതിച്ചു.